അങ്ങനെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. അന്ന് സരിതയ്ക്ക് ഇടതുപക്ഷത്തെ CPM-ൻ്റെ നേതാക്കൾ 10 കോടിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരിത CPM-ന് വേണ്ടിയിട്ട് പണിയെടുത്തു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാവുന്നതാണ്. എന്നതുപോലെ ഇപ്പോൾ റിനി ആൻഡ് ജോർജ് ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഇടതുപക്ഷത്ത് പിണറായി വിജയൻ സർക്കാർ 2 തവണയായിട്ട് വന്നു. രണ്ടാമത്തെ തവണ വന്നത് അവരുടെ ഭരണ നേട്ടങ്ങൾ കൊണ്ടല്ല. അവർ രണ്ടാമത് അധികാരത്തിൽ വന്നത് കോവിഡിൻ്റെ മറവിൽ കിറ്റുകൾ വിതരണം ചെയ്തിട്ടും ജനങ്ങളുടെ ബലഹീനതയെ മുതലെടുത്തിട്ടാണ് അവർ രണ്ടാമത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സർക്കാരിന് യാതൊരു ഭരണമികവും ഇപ്പോഴുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വർഗീയതയെ കൂട്ടുപിടിക്കുന്നു. അയ്യപ്പ സംഗമങ്ങളും ന്യൂനപക്ഷ സംഗമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നു. യോഗി ആദിത്യനാഥ്